എല്ലാം ചട്ടപ്പട എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. ഇന്നലെ രാത്രിയാണ് കാക്ക വന്നിട്ട് പറയുന്നത് ആരാ വയനാട് വരുന്നതെന്ന്. അപ്പം തന്നെ നമ്മളെല്ലാം ചാടി പുറപ്പെട്ടു. ഒന്നാമെന്ന് പറഞ്ഞാൽ മാച്ചൂര് നാളെ ഇന്ന് സ്കൂളില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേഗം വിചാരിച്ച് പോയിട്ട് വരാം. കാരണം കുറേ ആയി നമ്മൾ പിന്നെ വയനാട് പോകാത്തതെന്നല്ല, വയനാട് നമ്മൾ കാക്കൻ്റെ എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ക്യാൻസലായിരുന്നു. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് ഏതായാലും വേറെ എന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, വേഗം അങ്ങ് പുറപ്പെടാന്ന്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഒന്ന് വഴിക്ക് നമ്മൾ പൂക്കാക്കാനെയും പിന്നെ അമ്മയെയും കൂട്ടണം. എന്നിട്ട് നേരെ പുതിയൊരു പോയിട്ട് വേണം ചെറിക്കാക്കാൻ്റെയും അമ്മേൻ്റെ കൂടെയെല്ലാം പോകാൻ വേണ്ടി. അപ്പോൾ ഇനി ടൈമില്ല, എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മൾ പൂക്കാക്കാനെല്ലാം കൂട്ടി പിന്നെ പുതിയൊരു എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇരട്ടിക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെറിക്കാക്കാൻ്റെ കൂടെ ഇനോവയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ ചെറിയാക്ക വണ്ടിയെല്ലാം എടുത്ത് ലെവലാക്കി വെച്ച് കാക്ക എന്താന്ന് നോക്കുന്നു. ഇന്ന് സ്കൂളിൽ ലീവാക്കിയിട്ടില്ലേ? നല്ല ഇപ്പം നാളെ പോയാൽ ടീച്ചർ പിടിക്കാനായിരിക്കും. എല്ലാം എടുത്തിട്ടില്ല അങ്ങനെ മറന്നിട്ടാലൊന്നും. നമ്മളുണ്ടല്ലോ സ്ഥിരമായിട്ട് വയനാട് പോകുന്ന കൂത്തുപറമ്പ് വഴിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇരിട്ടി വഴി, ഇരിട്ടി കൂട്ടുപുഴ പാശുരം വഴിയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇരിട്ടി കഴിഞ്ഞ് പിന്നെ എന്താ പറയുക റൈറ്റൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ട് ആകെ 2 ആഴ്ച ആയിട്ട്. നമ്മളെ ഫുഡെല്ലാം കഴിച്ചതാ വീണ്ടും വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ചില്ലാന്ന് കേട്ടോ. നമ്മളെ പൂക്കാക്കി എല്ലാം എന്താണ് ഭയങ്കര മറക്കാനാണ്. അനങ്ങാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് അനങ്ങാണ്ടിരിക്കുന്നില്ല. പിന്നെ ഞാൻ വ്ളോഗ് തുടങ്ങി അല്ലേ കാക്ക? ഭയങ്കര കഥ പറയല്ലേ പൂക്കാക്ക. ഫുഡ് കഴിക്കാൻ പോയിട്ടും എല്ലാം തന്നെ ഹോട്ടൽ നല്ല ഫുൾ ഒച്ചപ്പാടാണ്. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണ്ട് കാക്ക അല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, സ്ഥലയെ മാറിപ്പോയി. അതായത് നമ്മള് പാൽച്ചുരം വഴി കയറാൻ നിന്ന് നമ്മൾ മാറിയിട്ട് ഇപ്പം നെടുമ്പുഴയിൽ വഴിയാണ് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് എന്തായെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ മഴക്ക് പിന്നെ ഉരുൾപൊട്ടിയിട്ടുള്ള കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പേടി തോന്നും കേട്ടോ. ആ ഒരു വലിയ വലിയ പാറയിലും കാണുമ്പോൾ ശരിക്കും പേടി തോന്നും. പിന്നെ കാരണം ആ ഒരു സമയത്ത് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് അപകടം കുറഞ്ഞ് ആകെ പറഞ്ഞ ഒരു 2-3 ആളല്ലേ എത്രയെല്ലാം ആൾക്കാർ മരിച്ചിട്ടുള്ളൂ. അത്ര ആൾക്കാർ മരിച്ചിട്ടുള്ളൂ അങ്ങനെ തോന്നുന്ന കുറേ ആയി. അവിടെ കറക്റ്റായിട്ട് ഓർമ്മയില്ല. സമയം ഇപ്പം ഉണ്ടല്ലോ 1 മണിയായത്. ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടല്ലോ പിന്നെ വയനാട് കൽപ്പറ്റയിലേക്ക് എത്തിയിട്ടില്ല, കൽപ്പറ്റ പോകുന്ന വഴിയാണ്. അപ്പോൾ പിന്നെ ഫിലിം സ്റ്റാർ അബു സലീമിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് അങ്ങനെ വരാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. എൻ്റെ സൗണ്ടിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് കേൾക്കുമെന്നാണ് മനസ്സിലാകേണ്ട. സൗണ്ടൊക്കെ ഇപ്പം തന്നെ പോയി. ഇപ്പോൾ രാത്രി ഒച്ചപ്പാടെല്ലാം എഴുന്നേൽക്കുന്നില്ല, നല്ല ഫുള്ളായിട്ട് പോയി കിട്ടും. വീട് കൺവേർട്ട് ആക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചെറിയാക്കി പൂക്കാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇവിടെ നല്ല റഷാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഇടയിലുണ്ടല്ലോ നമ്മൾ പിന്നെ ഒന്ന് സീറ്റെല്ലാം മാറി. നമ്മൾ ആദ്യം അങ്ങനെ ലാസ്റ്റ് ഉണ്ടായിന്, പിന്നെ ഇങ്ങോട്ട് ഒഴിഞ്ഞപ്പം മാറി ഇങ്ങോട്ടേക്ക് ഇരുന്ന്. നമ്മളിപ്പോൾ ഊണും പിന്നെ അതുപോലെ തന്നെ ഫ്രൈ എല്ലാം ഓർഡർ ചെയ്തത്. ചെമ്മീൻ ഫ്രൈയും അയക്കുറ ഫ്രൈയും പിന്നെ കൂന്തൽ മാന്ത അങ്ങനെ എല്ലാം സാധനമുണ്ട്. നമ്മൾ ആദ്യം അയക്കുറി ചെമ്മീനൊക്കെ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ കണ്ടത് പിടിക്കോഴിയുണ്ട്. അപ്പോൾ ചിക്കക്കാറ് പിടിക്കോഴി അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ പിടിക്കോഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കാൻ പോണേ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. ചോറ് മാത്രം കുറച്ച് ബാക്കി വെച്ചിട്ടാ, കുറച്ചല്ല പകുതിയോളം ബാക്കി വെച്ചിട്ട്. ഇടുമ്പോൾ എനിക്ക് തോന്നി കൂടുതലാണ്. അങ്ങനെ ഫുഡ് കഴിച്ച മക്കളെ അടിപൊളി ടേസ്റ്റ് കേട്ടാ. പിടിക്കോഴിയെല്ലാം അടിപൊളിയല്ലേ അമ്മായി? പിടിക്കോഴിനെ കുറിച്ച് എന്താ അഭിപ്രായം? അടിപൊളിയല്ലേ? അടിപൊളി ടേസ്റ്റ്. പിന്നെ എന്താ ഊണായാലും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. പിന്നെ അതിലൊരു എന്താ മുളക് ചുട്ടരച്ചൊരു ചമ്മന്തി ഉണ്ടായിരുന്നു. ഓ ഭയങ്കര എരിവ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല എരിവും ഉണ്ട്.
ഞാൻ കുറച്ച് നിന്നിട്ടുള്ളൂ, അപ്പം തന്നെ എനിക്ക് ഇവിടെ എല്ലാം ഇരിയാൻ തുടങ്ങി. നമ്മളിപ്പോൾ വൈത്തിരി എത്തി. ഇപ്പോൾ അതിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു മഴയാണ് കേട്ടോ, നല്ല രസമുണ്ട്. അവന് പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കാക്ക ഇറങ്ങിയതാണ്. രാത്രി ചുടാൻ വേണ്ടിയുള്ള ചിക്കനും വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. ഞാനുണ്ടല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളെ പൂക്കാക്കാണ് ബാക്കിലാക്കിയിട്ട് മുമ്പിൽ കയറിയിരുന്നു. പൂക്കാക്കിന്റെ പാവ നമ്മളെ ഉമ്മാന്റെയോ അമ്മാന്റെയും ഇപ്പൊ ഇടക്കാവുള്ളല്ലേ, ഞാൻ നടുവിലായിട്ട് അവിടെ ഇടുങ്ങിപ്പോയി എന്നാണ്. ഓക്കെ, കാരണം ഒച്ചയൊന്നും കേൾക്കുന്നില്ല, ബാക്കിൽ പോയി ഒച്ചില്ലാണ്ടിരിക്കുന്നു. കൊറേ സമയം കാക്കാന്റെ കഥ കേട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പിടിച്ച് ബാക്കിലാക്കിയതാണ്. അപ്പൊ ഈ ഒരു വഴിയേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാന്. വേറെ ഉണ്ട്, ഇത് ഷോർട്ടായിരിക്കും അല്ലേ? ഇങ്ങോട്ട് വന്നാല് അങ്ങോട്ട് അങ്ങ് നോക്കിയ കോട, അടിപൊളി കോട. റിസോർട്ടാണ്. ഗായ്സ്, ഞാൻ ഇവിടെ ഉണ്ടല്ല ചെറുതിൽ വന്നതായിരുന്നു. അതായത് ഈ ഒരു എസ്റ്റേറ്റ് എടുത്ത സമയത്ത് എനിക്കൊന്നൊരു 5, 6 ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ടൈം വന്നു അത്രയും ചെറുതിൽ. ഇന്നലെ ഉണ്ടാവും ഞാൻ എൻ്റെ പപ്പൻ്റെ കൂടെ വന്നത്. ഞാൻ ചെറിക്കാക്കാൻ്റെ ഒരു അംബാസഡർ ഉണ്ടായി നമ്മൾ ഫസ്റ്റ് വണ്ടി. അപ്പോൾ ആ വണ്ടി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ആ സമയത്തെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ, വയനാട് ചുരം കയറാൻ തുടങ്ങുമ്പോൾ അംബാസഡർ നിൽക്കാതെ തുടങ്ങും. പിന്നെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെ അത് വരുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ആ ഒരു പിന്നെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പഴയ വീടാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരു കുഞ്ഞ് വരാന്തയുണ്ട്. പിന്നെ ഇവിടെ ഇതാ സാധനങ്ങളൊക്കെ സ്റ്റോക്ക്, ഗോഡൗണ്, ഒരു ഗോഡൗണ്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് കിച്ചണുണ്ട് അല്ലേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറുന്നേ. അപ്പോൾ മുകളിലാണ് ബാക്കി ബെഡ്റൂമെല്ലാം ഉള്ളത്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഇതാ ഊഞ്ഞാലുണ്ട്. പിന്നെ ഇവിടെ എത്തിയപാടന്നെ ഉണ്ടല്ലോ, ഞാൻ ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതാണ്. കയറി നോക്കുമ്പോഴേക്ക് പറഞ്ഞാൽ മുട്ടിൻ്റെ അടുത്ത് ഒരു അട്ട കടിച്ചിട്ടുണ്ട്. വന്ന വടനെ ഒരു സമ്മാനം പോലെ കിട്ടുക. എനിക്ക് തോന്നുന്നത് ഞാൻ പൂക്കാക്കിയും അവിടുന്ന് പിന്നെ വണ്ടിയിൽ നിന്ന് മാറി കയറിയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആ സമയത്തായിരിക്കും പാൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാകുക. എന്തായാലും ബ്ലഡ് തീരെ നിൽക്കുന്നില്ല. പിന്നെ എനിക്ക് കാക്കൊരു ബാൻഡേഡ് തന്ന് അത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ബ്ലഡ് നിന്നത്. പിന്നെ ഇതിനെ കൊണ്ട് പണിയാവുമോ എന്നറിയില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇവിടെ പോയപ്പോൾ പൈതൽമലക്ക് പോയപ്പം അട്ട കടിച്ചിട്ട് നല്ല പണി കിട്ടിയതാണ്. കാലിൻ്റെ പിന്നെ നെരിയാണിൻ്റെ അടുത്ത് കടിച്ചതാണ്. എന്നിട്ട് പിന്നെ ആ 1 മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വരുന്നത് പിന്നെ എന്താ പറയുക തൈൻ്റെ ഭാഗത്താണ് പിന്നെ വേദന വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഡോക്ടറെ പോയി കാണിച്ച് ഗുളികയൊക്കെ കഴിച്ചപ്പോൾ അത് ശരിയായത്. ഓക്കെ, നമുക്ക് ഏതായാലും ഇവിടുത്തെ റൂമൊക്കെ കാണാം കേട്ടോ. ഇവിടെ മുകളിൽ 2 റൂമാണ് ഉള്ളത്. ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി. ഇത് ബാത്റൂമാണ്. ഇതാ കുഞ്ഞ് വരാന്ത ഈ ഒരു സൈഡിലുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ ഫുൾ വ്യൂസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒരു ബെഡ്റൂം. ഇവിടെ വരാന്തൊന്നുമില്ല, ബാത്റൂം. ഇപ്പോൾ രാത്രി ആണെങ്കിൽ നോക്കിയിട്ട് ഒരുപാട് മഴപ്പാറ്റുകൾ വന്നു. നേരത്തെ വരെ അങ്ങനെ വലിയ തണുപ്പില്ല കേട്ടോ. മഴ പെയ്യുമ്പോഴേക്ക് നല്ല തണുപ്പും വന്നു. പിന്നെ ഇന്ന് രാത്രി ഉണ്ടല്ലോ ചിക്കനാണ് ചൂടുന്നത്. അപ്പം താഴേന്ന് ചെറുതാക്ക അതിനുള്ള മസാല ഉണ്ടാക്കുന്നത്. നമ്മളവിടെ ആ വഴിക്ക് വരാൻ പാടില്ല. ഇന്ന് എൻ്റെ മസാല എന്നാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് ഊഞ്ഞാലാടലും പിന്നെ എന്താ പറയുക കടവച്ചലെല്ലാം തീർക്കിയത്. എൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഉച്ചയാകുമ്പോഴേക്കിന് പോകാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് നല്ലോണം പോയി. അതെ, ഞാൻ മെല്ലെ വരുമ്പോൾ നമ്മളെ പൂക്കാക്കിയും കൂടി ഉണ്ട്. ഇക്കാക്കാൻ്റെ സീക്രട്ട് റെസിപ്പി പുറത്തായി പോകുന്നുള്ളൊരു പേടിയാണ് അല്ലേ കാക്ക? വെളിച്ചെണ്ണല്ലോ നോക്കിയേ, തണുത്ത് മരവിച്ചു പോയി. അങ്ങനെ നമ്മളെ ചെറിയക്കാക്കിയും പൂക്കാക്കെല്ലാം കൂടി മസാല പുരട്ടി പൂക്കാക്കിയത് ക്ഷീണം പിടിച്ചിട്ടുള്ളത് അല്ലേ പൂക്കാക്ക? എന്താണ് ശരിക്കും ആ ഒരു ശരിക്കും എന്താണ് ആ ചിക്കനിലെ സീക്രട്ട് എന്താന്ന് പറ. കണ്ടുപിടിക്കാൻ പറ്റി, സത്യം പറഞ്ഞാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ ഒന്ന് എത്തി നോക്കിയ സമയത്ത് ഇക്കാക്കടി ഉണ്ടായിനെ. ഇക്കാക്ക അവിടെ ഫുൾ ടൈം ഉണ്ടായിട്ട് പോലും ഇക്കാക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കഴിച്ചാൽ മതിയല്ല. അപ്പൊ ഏതായാലും എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പൊ ഇക്കാക്ക് കേടില്ല. അതറിഞ്ഞിട്ട് അല്ല, കഴിക്കണം നിർബന്ധമില്ല, നമ്മളത് കഴിച്ചോളാം. തണുക്കുന്ന അമ്മായി വാ, ഉമ്മാക്കും പൂക്കാക്കും പിന്നെ തണുക്കൂല. അത് അങ്ങനത്തെ തരമുണ്ട്. മഞ്ഞൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് നമ്മള് രമേശ് ഒരു ഹായ് പറഞ്ഞേ. രമേശ് ഏട്ടൻ എവിടെ? കണ്ണൂരാണോ? ചിക്കൻ ആയ പാടാനുണ്ടല്ലോ, എല്ലാവരും ഇതെടുത്ത് ടേസ്റ്റ് നോക്കിയത്. അടിപൊളി ടേസ്റ്റ്. പിന്നെ ഒന്നാമതാണ് നമ്മളിവിടുത്തെ തണുപ്പും തണുത്ത കാറ്റും ചൂടുള്ള ചിക്കനും. ഒരു രക്ഷയില്ല മക്കളെ. അപ്പൊ ഇനി പറയാനുള്ള ക്ഷമയില്ല. വില അടിക്കട്ടെ കേട്ടോ. ഒരു ചിക്കൻ മാത്രമല്ല കേട്ടാ, ചിക്കൻ്റെ അടിപൊളി കറിയും ഉണ്ട്, പിന്നെ പൊറോട്ടയും ഉണ്ട്, ചപ്പാത്തിയും ഉണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡടിയും പാട്ടും ഡാൻസും അങ്ങനെ എല്ലാ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് എനിക്ക് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, അവിടെയൊക്കെ കടിക്കുകയും പറിക്കലും ചെയ്യുന്നുണ്ട് കേട്ടോ. അട്ട കയറിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞതാണല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ എല്ലാം ഒന്ന് അയച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നാളത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.